തിരുവല്ലയ്ക്കടുത്ത് കുറ്റപ്പുഴ IPC ബഥേൽ സഭയുടെ സ്ഥാപകൻ പാസ്റ്റർ പ്രസാദ് ദാനിയേൽ ഇറാൻ അമേരിക്ക യുദ്ധം 2.5 വർഷം മുൻപ് അദ്ദേഹം കൃത്യമായി പ്രവചിക്കുകയും അത് തൻ്റെ സഭയിൽ പരസ്യമായി പറയുകയും ചെയ്തു. ആ കാര്യം നമ്മൾ ഹാലലിയയിൽ പബ്ലിഷ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പ്രസാദ് ദാനിയേലിൻ്റെ ജീവിതം ഒരു അത്ഭുത ജീവിതമാണ്. അദ്ദേഹത്തെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതങ്ങൾ, അതൊക്കെ അദ്ദേഹം കൃത്യമായി പറയുന്നു. ഈ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ അമ്മ 3-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. എനിക്ക് അതിഭയങ്കരമായ മരണകരമായ രോഗം നേരിട്ടു. ഒട്ടും സൗഖ്യം ആകാതെ മരണാസന്നമായി മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളവിടെ ശുശ്രൂഷിക്കുന്നത് കൊച്ചി സാർ എന്ന് പറയുന്ന ഒരാളാണ്. കുറ്റപ്പുഴ സഭ, ഷാരോൺ സഭ സ്ഥാപിച്ച, അദ്ദേഹം നേരത്തെ IPCയിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഷാരോൺ സഭയിലേക്ക് മാറി. ആ ദൈവദാസനാണ് ഞങ്ങളുടെ സഭയിലെ ശുശ്രൂഷകനായിരുന്നത്. അന്നത്തെ നിലയനുസരിച്ച് ആശുപത്രികളൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. ആ അപ്പച്ചൻ 7 ദിവസം ഉപവസിച്ചു എന്നാണ് എന്നോട് അമ്മ പറയുവാനെടുത്തിരുന്നത്. 7-ാം ദിവസം അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ മകൻ മരിച്ചു പോകും, ഒരു കാര്യം ചെയ്യുക, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ മകനെ സമർപ്പിച്ചാൽ കർത്താവ് അവനെ രക്ഷിക്കും എന്ന് പറയുവാനെടുത്തിരുന്നു. പക്ഷേ എൻ്റെ പിതാവിന് അതിനോട് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. അമ്മയ്ക്കെന്നാൽ അതിഭയങ്കരമായ വിശ്വാസമുണ്ടായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്റർ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പച്ചൻ പറഞ്ഞു, ഈ കുഞ്ഞ് മരിച്ചാൽ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്, അലറരുത്, കരയരുത്. ഞാൻ ചന്തയിൽ പോയി ഈ കുഞ്ഞിന് 2 ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് തയ്പ്പിച്ചുകൊണ്ട് വന്ന് ഇതിനിട്ടതിന് ശേഷം മാത്രമേ നീ മരിച്ചാലും കരയാവൂ. കാരണം അന്ന് ജീവിതത്തിൽ സൗഖ്യമില്ലാതെ കിടന്ന സമയത്തുണ്ടായിരുന്ന ചെറിയ ഉടുപ്പുകൾ എല്ലാം അഴുക്കായിപ്പോയി. ഒരുടുപ്പ് മനുഷ്യൻ വന്ന് കാണാൻ തക്കവണ്ണം വെള്ളയുടുപ്പായിട്ടില്ല. എൻ്റെ പിതാവ് രാവിലെ സമയം പച്ചക്കറി അതിരാവിലെ പറിച്ചുകൊണ്ട് പോയി ചന്തയിൽ ആഞ്ഞിരത്താനം സഭയിൽ ചന്തയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് അന്ന് ഒരു ജൗളിക്കട എന്നാണ് പറയുന്നത്, ടെക്സ്റ്റൈൽ ഷോപ്പ് ആഞ്ഞിരത്താനത്തുണ്ട്. അത് 7 മണിയായപ്പോൾ അടഞ്ഞു കിടക്കുക. അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എനിക്ക് 2 വാര തുണി വേണം എന്ന് പറഞ്ഞു. ഈ പണം കൊടുത്ത് 2 വാര എന്ന് പറഞ്ഞ് 2 മീറ്റർ തുണി വാങ്ങിച്ചു, വെള്ളത്തുണി വാങ്ങിച്ചു. അപ്പോൾ കടക്കാരൻ ചോദിച്ചു, എന്താ ഇത്ര രാവിലെ ഈ വെള്ളത്തുണിയുടെ ആവശ്യം? ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. വന്ന് ആ തുണി അവിടെ വെച്ച് തന്നെ തയ്പ്പിക്കാൻ വലിയ ബട്ടൺസോ കാര്യങ്ങളൊന്നും വേണ്ട, 2 കൈ മാത്രം മതി ദേഹത്തോട്ടിടാൻ ഒരു വെള്ള ഉടുപ്പ്. കാരണം ബോഡിയിൽ ഇടാനുള്ള ഉടുപ്പാണ്. അതോട് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് തയ്പ്പിച്ചുകൊണ്ട് എൻ്റെ പിതാവ്, അപ്പച്ചൻ ചന്തയ്ക്ക് പോയ സമയത്ത് ദൈവദാസൻ എൻ്റെ കരങ്ങളിൽ എൻ്റെ എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് എന്ന് ആണ് അമ്മ പറഞ്ഞത്. എനിക്ക് വെള്ളം അമ്മ തന്നു. അപ്പച്ചൻ ഈ തുണിയും ഈ ഉടുപ്പുമായി വീട്ടിൽ വരുമ്പോൾ ആ പാസ്റ്ററിൻ്റെ കയ്യിലാണ് ഞാൻ ഇരിക്കുന്നത്. വെള്ളം തൊട്ട് തരുന്നു. ഞാൻ കണ്ണു തുറന്നു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുവാനായിട്ട് എത്തുന്നു. അത് അങ്ങനെ സംഭവിച്ചെങ്കിലും
ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ അമ്മ എന്നോട് പറയാൻ തുടങ്ങി, മോനെ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. എനിക്കതൊരു ചിന്തയായി തീർന്നു. ഞാനത് ചിന്തിച്ചിട്ട് പോലുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോനെ നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്, നീ ബൈബിൾ കോളേജിൽ പോകണമെന്ന്, പഠിക്കണമെന്ന്. അന്നത്തെ ദേവദാസന്മാരുടെ ജോബായും അവരുടെ ജീവിതവും കണ്ടാൽ അതിഭീകരമാണ്. വിയർപ്പുകൊണ്ട് അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഒരു ഉടുപ്പേ കാണുകയുള്ളൂ. പാഴ്സനേജ് എന്ന് പറഞ്ഞാൽ അഞ്ഞിത്താനത്തെ ഒരു ചരിപ്പാണ്. അവിടെയാണ് പാസ്റ്ററിൻ്റെ ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ, അപ്പച്ചന് മാത്രം കിടക്കാനൊരു കട്ടിലേ ഉള്ളൂ. മറ്റേ അമ്മച്ചിയും 6 മക്കളും ആ ചരിപ്പിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഈ ദുരിതം ഞാൻ കാണുന്നതാണ്. അപ്പോൾ എൻ്റെ ചിന്ത, എൻ്റെ അമ്മ 7 മക്കളിൽ വെച്ച് എന്നെ മാത്രം ഈ പാസ്റ്ററിൻ്റെ പണി, ഉപദേശപ്പണിക്ക് എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന, ഓമയ്ക്കായും ചക്കയും കട്ടൻ കപ്പയും തിന്നാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ വേലയ്ക്ക് വേണ്ടി എന്നെ ദൈവം അമ്മ എന്തിന് സമർപ്പിച്ചുവെന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് ഫൈറ്റ് ചെയ്തിരുന്നു. അന്ന് PV മാമൻ ഇന്ന് അമേരിക്കയിലാണ്. അദ്ദേഹം PV മാമൻ എന്ന് പറയുന്ന രവിദാസൻ, ചിക്കാഗോയിലുള്ള കങ്ങഴ ഉപദേശിയുടെ മകൻ PV, ഞങ്ങളെല്ലാം ക്ലാസ്മേറ്റാണ്. PV മാമന് എന്നോടൊപ്പം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് അപേക്ഷ കൊടുത്തു. എൻ്റെ അമ്മ തന്നെ പോയി പാസ്റ്ററിനെ കണ്ട് അപേക്ഷ മേടിച്ചുകൊണ്ട് വന്ന് എന്നെ കൊണ്ട് തന്നെ പൂരിപ്പിച്ച് ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് നീ ഇടാൻ പറഞ്ഞു. ഞാൻ അമ്മ ഇത് തന്ന് കവറെല്ലാം അപേക്ഷ എഴുതി ഞാൻ പോയ വഴിക്ക്, അന്ന് നല്ല അതിഭയങ്കരമായ മഴ പെയ്യുന്ന സമയമാണ്, വലിയ ഒഴുക്ക്. ഞാനിത് വലിച്ചു കയറി ചുരുട്ടി വെള്ളത്തിലോട്ട് എറിഞ്ഞു. പോയി. ഒടുവിൽ ഈ മാമന് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു, എനിക്ക് കാർഡ് വന്നില്ല. ഞാൻ അമ്മ എന്നോട് ചോദിച്ചു, മോനെ മാമച്ചൻ കുഞ്ഞുമോന് കാർഡ് വന്നെന്ന് പറഞ്ഞല്ലോ, നിനക്ക് കാർഡ് വന്നില്ല? ഞാൻ പറഞ്ഞു, അമ്മേ പോസ്റ്റ്മാൻ ഇല്ലേ, അവൻ നമ്മുടെ കത്തുകളൊക്കെ എത്ര അവൻ വെള്ളത്തിൽ ചവിട്ടി താത്തിട്ടുണ്ടെന്ന് അറിയാമോ, അതുപോലെ പോയതായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൽക്കട്ടയ്ക്ക് പോകാനായിട്ടൊരു അവസരം കിട്ടിയത്. അതും ഒത്തിരി ചരിത്രമുണ്ട് പറയാൻ, ഞാൻ മുമ്പിൽ സമയം കാണുകയില്ല. ബിർള കമ്പനിയുടെ ഡയറക്ടർ എൻ്റെ ജ്യേഷ്ഠത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ബിർളയുടെ സൂപ്രണ്ട്, വെസ്റ്റ് ബംഗാളിൻ്റെ ഓൾ സൂപ്രണ്ട്, അദ്ദേഹം അവിടെ അഡ്മിറ്റായി. അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത് എൻ്റെ ജ്യേഷ്ഠത്തിയാണ്, ആനി മാമയാണ്, മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. അദ്ദേഹം അമ്മാമ നല്ലതായിട്ട് ആ സൂപ്രണ്ടിനെ ട്രീറ്റ് ചെയ്തു. ഡിസ്ചാർജ് ആകുന്ന നേരത്ത് ഈ സൂപ്രണ്ട് എൻ്റെ ജ്യേഷ്ഠത്തിയോട് ചോദിച്ചു, നീ നല്ല ഒരു നേഴ്സാണ്, എന്നെ നന്നായി കെയർ ചെയ്തു, നിനക്ക് എന്ത് വേണം, ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു, എനിക്ക് വേണ്ട, ഇതെൻ്റെ ജോലിയാണ്, ഞാൻ വാങ്ങുകയില്ലെന്ന് പറഞ്ഞു. നിർബന്ധിച്ചിട്ടും ഇത് വാങ്ങുകയില്ല, സാറ് പിന്നെ ആരോഗ്യവാനായി ഇരിക്കുന്നതിൽ ആണ് ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്നെ നിനക്ക് അറിയാമോ? അറിയാം, ഫയലിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഞാൻ വെസ്റ്റ് ബംഗാളിൻ്റെ ബിർള കോട്ടൺ മിൽസിൻ്റെ സൂപ്രണ്ടാണ്. നിൻ്റെ ആരെങ്കിലും ആൾക്കാർ ജോലിക്ക് ആവശ്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞത്, എൻ്റെ ഒരു അനിയൻ നിൽപ്പുണ്ട്, അവനെ വിളിക്കാൻ പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു ചെറിയ ഷീറ്റിൻ്റെ അകത്ത് അദ്ദേഹം എഴുതി, ഈ വരുന്ന ആൾക്ക് തക്കതായ ഒരു ജോലി കൊടുക്കണം, CH സെലക്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് എഴുതി. എനിക്ക്
ഒരു ലാംഗ്വേജും അറിയത്തില്ല. പെട്ടെന്ന് ഒരാൾ അവിടുന്ന് വന്നു, കൽക്കട്ടയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ യാതൊരു ഡ്രസ്സുമില്ല, പോകാൻ യാതൊരു നിവൃത്തിയുമില്ല. പെട്ടെന്ന് എൻ്റെ അമ്മ, ആളുടെ പേര് പറയുന്നതില്ല, അമേരിക്കയിലുള്ള ഒരാളാണ്, എൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, അവരുടെ വീട്ടിൽ ചെന്നു. ഈ മകന് 2 പാൻറ്റ് വേണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ, എനിക്ക് പാൻറ്റ് ഒന്നും ഇട്ട പരിചയമില്ല, മുണ്ടെടുത്തുകൊണ്ട് പോയുള്ള പരിചയമേ ഉള്ളൂ, നിക്കറും മുണ്ടും കൊടുത്തിട്ടോ പരിചയമുള്ളൂ. ആ 2 പാൻറ്റ് അവിടുത്തെ അമ്മച്ചി പൊതിഞ്ഞ് കെട്ടിത്തന്നു. അതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബദനി അക്കാഡമി മാത്യൂസിൻ്റെ അമ്മ എൻ്റെ മാവിയാണ്. ആ അച്ചായൻ അമേരിക്കയിലാണ്. മാത്യൂസ് അല്ല, മാത്യൂസിൻ്റെ ജ്യേഷ്ഠൻ അമേരിക്കയിലാണ്. അച്ചായൻ്റെ 2 പാൻറ്റ് തന്നു. എന്താണെന്നൊന്നും നമുക്കറിയത്തില്ല. അതുപോലെ പൊതിഞ്ഞ് കെട്ടി നമ്മൾ കൊണ്ടുവന്നു. കൽക്കട്ടയ്ക്ക് പോകാനായിട്ട് എല്ലാം റെഡിയായി. എന്നെ ആൾ കൊണ്ടുവന്നു. കൽക്കട്ട അടുക്കാറായപ്പോഴാണ് ഈ പാൻറ്റിൻ്റെ കാര്യം ഓർത്തത്. അപ്പം ഞാൻ ചെല്ലുന്നത് നേഴ്സസ് താമസിക്കുന്ന വലിയൊരു ഹോസ്പിറ്റലുണ്ട്, അവിടോട്ടാണ് പോകുന്നത്. ഞാൻ ഈ പാൻറ്റ് ഇടയ്ക്ക് എടുത്ത് ഇട്ടപ്പോൾ എന്നേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള പാൻറ്റാണിത്. ഇത് ഞാൻ മുണ്ടുടുക്കുന്ന പോലെ ഉടുത്തു. കാരണം ബട്ടൺസ് ഒന്നും ഇടാൻ പറ്റുകയില്ല. അത് നേരത്തെ വീട്ടിൽ വെച്ച് ഇട്ടുന്ന പ്രാക്ടീസും ഇല്ലായിരുന്നു. മാത്രമല്ല, ആദ്യമായിട്ടാണ് ഒരു ചെരുപ്പിടുന്നത്. 19-ാമത്തെ വയസ്സ്. അതുവരെ ഈ കാലുകൊണ്ട് നടന്നാണ് തെരുവെല്ലാം സ്കൂളിലെല്ലാം പോകുന്നത്. ഒരിക്കൽ പോലും ചെരുപ്പിട്ടിട്ടില്ല. അപ്പം ഈ പ്ലാസ്റ്റിക് ചെരുപ്പ് എൻ്റെ കാലെ ഇണങ്ങാൻ വേണ്ടി 3 ദിവസം എടുത്തു. അങ്ങനെയാണ് പോകുന്നത്. ഈ പാൻറ്റും ഇട്ടുകൊണ്ടാണ് ഞാൻ കൽക്കട്ടയിൽ ചെന്നിറങ്ങിയപ്പോഴേ എനിക്ക് തന്നെ ഒരു അപാകത തോന്നി. ചെല്ലുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു 5-10 നേഴ്സസ് ആ ക്വാർട്ടേഴ്സിൽ എല്ലാവരും എന്നെ സ്വീകരിക്കാനായിട്ട്, അവിടെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതല്ലേ സ്വീകരിക്കാനായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവരെല്ലാം നല്ല ചിരിക്കുന്നു, എല്ലാവരും ചിരിക്കുന്നു. എനിക്ക് കാര്യം മനസ്സിലായി എന്താണെന്ന്. ഏതായാലും ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ ജ്യേഷ്ഠത്തിക്കും വലിയൊരു അപമാനമായി തീരുമാനമെടുത്തിരുന്നു. കാരണം നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഇത്. എന്നെ കേൾക്കുമ്പോൾ എൻ്റെ മക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പപ്പ ഞങ്ങളെ ഇങ്ങനെയും നാറ്റിക്കരുത്, പപ്പ ഇത്രയും ഡൗണായി ആയിരുന്നുവെന്ന്. ഞങ്ങളിന്ന് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലാണ്. കാരണം ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജനിച്ചത് കുവൈറ്റിൽ, ഞാനോ സാധാരണക്കാരൻ. എന്നെ എൻ്റെ ദൈവം ഉയർത്തിയ വഴികളെ എനിക്ക് മറക്കാൻ സാധ്യമല്ല. കാരണം എന്നേക്കാൾ ധാരാളം കഷ്ടത അനുഭവിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും കുവൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം പേരെ. അവർക്ക് എന്നേക്കാൾ കഷ്ടത അനുഭവിച്ചവരായ സഹോദരങ്ങൾ കുവൈറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പാൻറ്റിന് ഉള്ള കളർ അനുസരിച്ച് അവരുടെ സൂട്ട്, അതിനനുസരിച്ചുള്ള ഷൂവ്, അതിനനുസരിച്ചുള്ള ഗ്ലാസ്, അതിനനുസരിച്ചുള്ള വാച്ച്, ഇതെല്ലാം. പക്ഷേ നാട്ടിലെ അപ്പനും അമ്മയും എന്നോട് കരഞ്ഞിട്ടുണ്ട്. അവനോട് പറയണം, ഞങ്ങൾക്ക് ചിലവില്ലാതെ കഷ്ടപ്പെടുന്നു, നീ ഇച്ചിരി പൈസ അയച്ചു തരണമെന്ന് മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുവൈറ്റിൽ അവർ വലിയ ആൾക്കാരായി ജീവിച്ചവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അവർ കഷ്ടതയിൽ കൂടെ പോയ കാര്യങ്ങൾ. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അന്നത്തെ കാര്യമാണ്, ഈ ഡീസൻ്റുള്ള ഈ ഇടങ്ങളിൽ വന്ന് ഇതൊന്നും വിളമ്പേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഞാൻ ഞങ്ങളുടെ സഭയിൽ തന്നെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും, എൻ്റെ മക്കൾ പലപ്പോഴും തല കുനിച്ചിരുത്തി ആരാധന കഴിഞ്ഞ് വരുമ്പം പറയാറുണ്ട്, പപ്പ എന്തിന് ഇത്രയും അങ്ങ് തരം താണും. ഞാൻ പറഞ്ഞു, മകളെ,
മക്കളെ, ഞാൻ അനുഭവിച്ച കാര്യമാണ്. ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉള്ളതല്ല. ഞാൻ അനുഭവിച്ച കാര്യം പറയുന്നതിൽ എനിക്ക് യാതൊരുമായ അതിൻ്റെ ഡീസൻ്റ് മതി. അതനുസരിച്ചുള്ള കല്യാണങ്ങളൊക്കെ ബന്ധമൊക്കെ എനിക്ക് മതി. ഇത് കേട്ടിട്ട് വരുന്ന വന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ബിർള കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ അവിടെ ഗാർഡന് ജോലി ചെയ്യാൻ പോലും എനിക്കൊരു ജോലി അവിടെ കിട്ടാൻ സാധ്യതയില്ല. ഗാർഡനിൽ കാണാൻ പോലും അത്ര 10,000 പേർ ജോലി ചെയ്യുന്ന ബിർളയുടെ ഒരു കമ്പനിയിൽ മാന്യമായ ഒരു ജപ്പാൻ കമ്പനി മിഷൻ്റെ ഓപ്പറേറ്ററായിട്ടാണ് ദൈവം എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. ആദ്യത്തെ അപ്പോയിൻമെൻ്റ് കഴിഞ്ഞ് ഞാനിങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എനിക്ക് ഹിന്ദി അറിയത്തില്ല, യാതൊരു ജോലിയും ചെയ്തിട്ടില്ല, ഞാൻ ചുമ്മാ പോയി നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നെ പിരിച്ചുവിടാനായിട്ടാണ്. അപ്പോൾ അതിന് പറഞ്ഞു ക്യാഷ് നടത്തിയെല്ലാം പറഞ്ഞു. ഞാൻ ക്യാഷ് നടത്തി വന്നപ്പോൾ പറഞ്ഞു ഇവിടെ സൈൻ ഇടാൻ പറഞ്ഞു. അവർ അന്ന് എല്ലാവരും അവിടുത്തെ UP-ക്കാരായ ഒക്കെ സൗകര്യങ്ങൾ ഇമ്പ്രഷനാണ്. അവരങ്ങനെ തന്ന് ഞാൻ സൈൻ ഇട്ടു. സൈൻ ഇട്ടപ്പോൾ അവരെൻ്റെ കുറച്ച് നോട്ട് പൈസ തരികയാണ്. 2 ആഴ്ച അവിടെ നിന്നതിന് പൈസ തരികയാണ്. ഞാൻ ചോദിച്ചു എന്തിനാണ്? എന്നിട്ട് ഇവിടെ നിൻ്റെ സ്റ്റൈഫൻഡ് ആണെന്ന് പറഞ്ഞു ഇത്. അപ്പം ഞാൻ ഈ പണവുമായിട്ട് എൻ്റെ ജ്യേഷ്ഠത്തിൽ അടുത്ത് പറഞ്ഞു എനിക്ക് ഇത്രയും പൈസ കിട്ടിയെന്ന്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു മോനെ, 1 മാസം ഞാനിവിടെ റെയിൽവേ ജോലി ചെയ്തിട്ട് ഇത്രയും പൈസ കിട്ടില്ല. നീ ചുമ്മാ പോയി നിന്ന് 2 ആഴ്ച നിന്നപ്പോൾ ഇത്രയും പൈസ കിട്ടിയത് എത്ര അതിശയമാണെന്ന്. ഞാൻ എത്ര അധികമായി ഞാനൊരു പ്രൗഡായിട്ട് ആ കമ്പനിയുടെ ചുറ്റും ആ ഗാർഡനിലൊക്കെ ചുറ്റുപാടും ഇങ്ങനെ ഗാർഡൻ, നല്ല ഗാർഡനാണ്. ആ ഫൗണ്ടനുണ്ട്, അവർ നല്ല എൻ്റർടൈൻമെൻറ്റുണ്ട്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ ദൈവമേ, അന്ന് എൻ്റെ അമ്മ ചിന്തിച്ച വഴിയിൽ ഞാൻ പോയിരുന്നെങ്കിൽ എത്രയോ ശോചനീയമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് അല്പം പ്രൗഡായിപ്പോയി. കാരണം ബിർള കമ്പനിയിൽ ഒന്നും അറിയാത്ത എന്നെ ജോലിക്ക് കയറ്റിയ അവസ്ഥ ഓർത്താൽ എല്ലാവർക്കും അതിശയമായിപ്പോയി. ഒടുവിൽ ഞാൻ എൻ്റെ കീഴ്കമ്പിക്കാരോട് പറയട്ടെ, എൻ്റെ അമ്മ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ അമ്മ സമർപ്പിച്ച അന്ന് മുതൽ എന്നെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. 1 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെർമനൻ്റ് ആകും. പെർമനൻ്റ് ആകാൻ 2 മാസം ഉള്ളപ്പോൾ എനിക്ക് മസൂരി വന്നു. ദേഹം ആസകലം മസൂരി വന്നു. 2 മാസക്കാലം ഞാൻ ജോലിയിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ 1 വർഷം പൂർത്തീകരിക്കുവാൻ 2 മാസം കൂടെ ഉള്ളായിരുന്നു. പൂർത്തീകരിക്കാഞ്ഞതുകൊണ്ട് എനിക്ക് പെർമനൻ്റ് ആകാൻ പറ്റിയില്ല. അതിനുശേഷം അവരെന്നെ വീണ്ടും ജോലിയിൽ എടുത്തു. പക്ഷേ എനിക്ക് ജോണ്ടിസ് നേരിട്ടു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയില്ല. എൻ്റെ അമ്മ അന്നേരം ഈ 2 അവസരങ്ങളിലും എൻ്റെ എന്നോട് പറഞ്ഞത്, നിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചതാണ്, നീ അത് കേൾക്കാതെ പോയതിൻ്റെ ഫലമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട്. എൻ്റെ അമ്മയെ ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പേ വരെയും ധാരാളം കരയിപ്പിച്ചു. ഒരൊറ്റ വിഷയം, എൻ്റെ അമ്മ എന്തിന് എന്നെ ഇങ്ങനെ സമർപ്പിച്ചു, അതിൻ്റെ അനുഭവങ്ങളാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സൗകര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് മാത്രം ഈ പ്രശ്നം നേരിട്ടിരിക്കുന്നു. ഞാൻ കുവൈറ്റിൽ ചെന്നിട്ടും എനിക്ക് ഇതില്ല എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ ഒത്തിരി ഈ ഒരു വിഷയത്തിന് അമ്മ കരഞ്ഞിട്ടുണ്ട്, ധാരാളമായി കരഞ്ഞിട്ടുണ്ട്. നിനക്കതിൻ്റെ വേദന അറിയില്ല എന്ന് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ 12ാം ക്ലാസ് കഴിഞ്ഞു. അവന് ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടി. അവന് ജോലിക്ക് പോയി. 1ാം സെമസ്റ്റർ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അവന് പോകേണ്ട ദിവസം
ഉച്ചയ്ക്ക് 3 മണിക്ക് ആഹാരം കഴിഞ്ഞു. അവനൊരു പതിവുണ്ട്, അമ്മച്ചിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് പോകും. അന്നേരം അമ്മച്ചി എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കൊടുക്കും, അത് മേടിക്കാനാണ് പോകുന്നത്. അവൻ ബൈക്കിൽ അങ്ങോട്ട് പോവുകയും എനിക്കൊരു ഭ്രാന്ത് പോലെ തോന്നി. ഞാൻ എൻ്റെ കാറും എടുത്തുകൊണ്ട് അവൻ്റെ പുറകെ ഞാൻ താമസിക്കുന്ന വീടും കുടുംബ വീടുമായിട്ട് 500 മീറ്ററേ ഉള്ളൂ. എന്നാൽ അവന് പോകേണ്ട ധൃതി കൊണ്ട് പെട്ടെന്ന് അങ്ങനെ പോയി. ഞാനും പുറകെ പോയി. ഞാൻ പോയി ജംഗ്ഷനിൽ ഒരു 40 മീറ്റർ ഡിസ്റ്റൻസിലാണ് മുമ്പിൽ മോൻ പോന്നു. അതിൻ്റെ പുറകെ ഞാനും കാറിൽ പോന്നു. എന്തിനാ മനുഷ്യൻ കണ്ടാത്തൊന്നും എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഒരു കാര്യമില്ല. പോകുമ്പോൾ ഒരു വലിയ ശബ്ദം കേൾക്കാം. ഒരു ലോറിയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിടിച്ച് ആൾക്കാർ ഓടി വരുന്നു. ഞാൻ അവിടെ ചെന്നു. എന്താ? അപ്പം ഞാൻ ചിന്തിച്ച് എൻ്റെ മോനങ്ങ് വീട്ടിലോട്ടങ്ങ് പോയി. ഇത് മറ്റാരോ ആണെന്നാണ് ചിന്തിച്ചത്. ആർക്കും മനസ്സിലാകുന്നില്ല ആരാണെന്ന്. എന്തോ ഒരാളെ ബൈക്ക് ഇടിച്ചു. ആരോ ഒരാൾ പറഞ്ഞു നിൻ്റെ മോനാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മോനല്ല, അവൻ പോയെന്ന് പറഞ്ഞു, മരിച്ചു പോയെന്ന് പറഞ്ഞു. എൻ്റെ മോനല്ല. അവർ പറഞ്ഞു നീ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇറങ്ങത്തില്ല കാറേന്ന്. എൻ്റെ ചിന്ത എന്ന് അറിയാമോ, ഈ ആക്സിഡൻറ്റിൽ പെട്ടവനെ എൻ്റെ കാറെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ പോയി. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും, മറ്റാരുമില്ല നോക്കാൻ. അതുകൊണ്ട് ഞാൻ പരമാവധി അവിടെ നിന്ന് ഒഴിയാനായിട്ട് ശ്രമിച്ചു. ഇല്ല, എൻ്റെ മോനല്ല, ഞാനല്ല, അവൻ പോയെന്ന് പറഞ്ഞു. ഒരാൾ വന്ന് നോക്കാൻ പറഞ്ഞു ആരാണെന്ന്. ഞാൻ നോക്കുമ്പോൾ ലോറിയുടെ കീഴിൽ കിടക്കുകയാണ്, ബൈക്കും ലോറിയും. നോക്കുമ്പോൾ എൻ്റെ മകൻ ധരിച്ച വസ്ത്രത്തിൻ്റെ ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മുഴുവൻ. ചെക്ക് ആയിട്ടുള്ള വരൻ ഇതുള്ള ഷർട്ട് ഇട്ടു. ആ ഷർട്ടിൻ്റെ കോളർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മകനാണെന്ന്. ഞാൻ ആ മകനെ എടുത്ത് കോരി വാഹനത്തിൽ കയറ്റി. അടുത്ത് നിന്നവരോട് പറഞ്ഞു ഒന്ന് ആ കുഞ്ഞിൻ്റെ കാലൊന്ന് പിടിച്ചൊന്ന് കയറ്റാൻ. ആരും തൊട്ടുപോലുമില്ല. കാരണം ഇന്നാണെങ്കിൽ അതിന് നിയമം മാറി. അന്നാണെങ്കിൽ അത് തൊട്ടെങ്കിൽ പിന്നെ അവർ മത്സരം തയ്യാറാക്കാനും സാക്ഷിക്കും വരാം. നമ്മുടെ ആൾക്കാരല്ലേ, ആരും വരത്തില്ല. ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് കാറിൽ തന്നെ ഓടിച്ച് വാനായിരുന്നു. ഓടിച്ച് ഒരു 500 മീറ്റർ പോയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി പാളിപ്പോയി. എനിക്ക് കുഞ്ഞു കിടന്ന് പിടയ്ക്കുക. കൂടെ ആരുമില്ല. കൊണ്ട് ഒരു സഹോദരൻ അവിടെ നിന്ന ആള് എന്നോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞു. വണ്ടി നിർത്തി. ആ ആളാണ് ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം ഒരു മുണ്ടും ഒരു തോർത്തും ഇങ്ങനെ ഉടുത്തിട്ടേ ഉള്ളൂ. അദ്ദേഹം പെട്ടെന്ന് ഓടി വന്ന് കാറ് ഓടിച്ച് പുഷ്പേരി ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റിയില്ല, ആള് മരിച്ചു പോകും, പെട്ടെന്ന് കൊണ്ടുപോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ഡോക്ടറാണ് അതിനകത്തെ ന്യൂറോയുടെ പ്രധാനപ്പെട്ട ആൾ. ഒരു നേഴ്സ് എന്നോട് പറഞ്ഞു ഈ ഡോക്ടറാണ് എന്ന് പറഞ്ഞു. ആ ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് 3:30 പോകാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഒന്നുമില്ല, ഇങ്ങനെ അവസ്ഥ പറഞ്ഞു. ഞാൻ നിലവിളിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞു എന്നെ ശല്യം ചെയ്യരുത്, വേറെ ഡോക്ടേഴ്സുണ്ട്, അവരോടടുത്ത് പറയാൻ പറഞ്ഞു. അവരാരും വലിയ കെയർ ചെയ്യുന്നില്ല, നിങ്ങൾ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആംബുലൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്ന് പറഞ്ഞു ഇതിന് പറ്റിയ ആംബുലൻസ് ഇല്ല ഇവിടെ. ഈ കുഞ്ഞിനെയും കൊണ്ട് പോയാൽ 10 മിനിറ്റ് പോലും പോകത്തില്ല, സിഗ്നൽ കഴിയുന്നതിന് മുമ്പ് ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. ഞാൻ വാസ്തവത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല, ഡോക്ടറിൻ്റെ കാലിൽ കയറി പിടിച്ചു. ഡോക്ടർ പറഞ്ഞു പ്ലീസ്
എന്നെക്കൊണ്ട് പറ്റിയില്ല, ഈ ക്രിസ്ത്യൻ എടുക്കില്ലെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ അളിയൻ്റെ ഭാര്യ TMM ഹോസ്പിറ്റലിലെ നഴ്സിംഗ് സൂപ്പറാണ്. വർഷം ഇന്നും അവരെല്ലാവരും ഇത് കേൾക്കുന്നവർ അവരെല്ലാവരും ഉണ്ട്, പറ്റിയില്ല എന്ന് പറഞ്ഞ് ആവേശിച്ചു. ഞാൻ വളരെ സങ്കടത്തിൽ, ദൈവത്വം എൻ്റെ ശരീരം മുഴുവൻ രക്തമാണ്, ആ കുഞ്ഞിൻ്റെ രക്തമാണ്. അവന് കണ്ണിങ്ങനെ മറിക്കുന്നുണ്ട്, ഒന്നും ആരും ചെയ്യുന്നില്ല. എന്താണെന്നറിയത്തില്ല. അദ്ദേഹമാണ് ഏറ്റവും ടോപ്പ് ആൾ. അദ്ദേഹം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല, ജസ്റ്റ് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യുക, ബ്ലീഡിങ്ങിന് എന്തെങ്കിലും തലയിൽ വെച്ച് കെട്ടെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല, MRI സ്കാൻ എടുത്ത് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ പറയുന്ന പോലെ എഴുതി വെക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞ് മരിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ പറയുന്നത് കേട്ടവരും ഉണ്ടായിരുന്നവർ ഇന്നും ജീവനോടെ എല്ലാവരും ഉണ്ട്, മിക്കവരും എല്ലാവരും ഉണ്ട്. ഞാൻ ആ ട്രോളിയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ട്രോളിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്കെല്ലാം കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ കരം കോർത്ത് പിടിച്ചിട്ട് ഞാൻ ഒരു കൈ, എൻ്റെ മോനിപ്പോൾ UK ഫിസിയോതെറപ്പിയുടെ ഏറ്റവും ടോപ്പസ്റ്റ് എല്ലാവരും അറിയപ്പെടുന്ന സ്പോർട്സ് സച്ചിൻ തെക്കണ്ടർ, അങ്ങനെ രാജകുടുംബത്തിലുള്ള അംഗങ്ങൾ കൊടുവേ അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവരും അനിൽ ഡാനിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മികച്ച സ്പോർട്സ് ഫിസിയോതെറപ്പിസ്റ്റാണ്. അപ്പം ആയിരിക്കുന്നു. മോനും ഇത് കേൾക്കുകയാണ്. അവൻ്റെ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു കൈ മേലോട്ട് വരുത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ പൊക്കോളാമേന്ന് അലറി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ വന്ന് നോക്കുമ്പം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിച്ചോട്ടെന്ന് പറഞ്ഞു. കാരണം അവർക്ക് പോലും ഇപ്പം നേരത്തെ ഉണ്ടാകുന്ന ധൃതി പോലൊന്നും ധൃതിയില്ല, അവർ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ സമർപ്പിച്ച് അതെല്ലാവരും കേട്ടതാണ്. ഒടുവിൽ ആ ഡോക്ടർ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത്ര ഡോക്ടർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ ഹൈന്ദവസം ആ ഡോക്ടറെ കൊണ്ടുപോയി 8 മണിക്കൂർ ബ്രെയിൻ ഇതിൻ്റെ തലയൊട്ടി പൊട്ടിപ്പോയതാണ്. ഓപ്പറേഷൻ ചെയ്യുവാനെടുത്തിരുന്നു. 8 മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ തകർന്നു പോയി. ഒടുവിൽ 52 സ്റ്റിച്ചസാണ് ഇവിടം മുതൽ ഇവിടം വരെ. എല്ലാവരും പറഞ്ഞു ഒരു ആൺകുഞ്ഞുള്ളായിരുന്നു, പോയി, ഇനിയും ആശയ്ക്ക് വഴിയില്ല. 3 പെണ്ണും 3 പെൺമക്കളും ഒരാണുമാണ് എനിക്കുള്ളത്, ഏക മകൻ. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ സമയം ഈ മകൻ കണ്ണ് തുറന്നാൽ തുറന്നു, സംസാരിച്ചാൽ സംസാരിച്ചു, ഇല്ലെങ്കിൽ ഒരിക്കലും ഈ മകൻ സംസാരിക്കില്ല ജീവനുണ്ടെങ്കിലും. ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ ഡോക്ടർ എൻ്റെ പുറത്ത് തട്ടി അവർ പറഞ്ഞു നിങ്ങൾ ഭാഗ്യമുള്ളവനാണ്. എന്തോ ഭാഗ്യമാണ് ഈ കുഞ്ഞിനെ കണ്ടിട്ട്. എന്നോട് പറഞ്ഞു ഈ ബ്രെയിൻ ഞങ്ങൾ ഈ തലയോട്ടി ഓപ്പൺ ചെയ്തപ്പോൾ ഈ ബ്ലഡ് മുഴുവനും ഒരു ബ്ലാഡർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ബ്ലഡിൽ ഒരു തുള്ളിയുടെ പകുതി ഈ ബ്രെയിനിലോട്ട് പോയിരുന്നെങ്കിൽ അത് ബ്രെയിനിൽ സ്പ്രെഡാകും, ഒരിക്കലും പിന്നെ കണ്ണ് തുറക്കുകയോ സംസാരിക്കുകയോ ചെയ്യണം. ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി മാക്സിമം ഈ ബ്ലഡ് മുഴുവനും സക്ക് ചെയ്ത് ഒപ്പിയതെടുത്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് 48 മണിക്കൂർ തരുന്നത്. ഈ മകൻ കണ്ണ് തുറന്നാൽ തുറന്നു, സംസാരിച്ചാൽ സംസാരിച്ചു, അല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യം പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു ഈശ്വരൻ
പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് 24 മണിക്കൂർ മുമ്പിൽ കണ്ണ് തുറക്കുകയും എഴുന്നേറ്റ് കണ്ണ് തുറക്കുകയും ചെയ്തു. ഭയങ്കര മിറക്കിളായി. ഒടുവിൽ അന്നത്തെ ദിവസം തന്നെ, ഇത് 3:30-ക്കാണ്, 5 മണിക്ക് തിരുവല്ലയിലെ ഏറ്റവും വലിയ ടോപ്പസ്റ്റ് ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ബുള്ളറ്റിൽ യാത്ര ചെയ്യുമ്പോൾ തിരുവല്ല കോടതിയുടെ ആ ഭാഗത്ത് പോകുമ്പോൾ ഓപ്പോസിറ്റായി ഒരു വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് അവർ തമ്മിൽ ഫ്രണ്ട്സാണ്, കൈ കൊടുക്കുകയും ഈ ഒരു കൈ എടുക്കുകയും ഈ ബൈക്ക് ഒരു കട്ടണ്ടോട്ട് മറിയുകയും ബൈക്ക് സഹിതം ഈ വലിയ അഡ്വക്കേറ്റ് മറിഞ്ഞ് നിലത്ത് വീഴുകയും തലയടിക്കുകയും ചെയ്തു. ഞാനപ്പോൾ ICU ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. ഇദ്ദേഹവുമായിട്ട് വരുമ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒരു കുഴപ്പവുമില്ല. അവർ ഡോക്ടർ MRI സ്കാനും അവരെല്ലാം ചെയ്ത് ഒരു കുഴപ്പവുമില്ല, ഓക്കെയാണ്. എൻ്റെ മോനാണ് സീരിയസ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അഡ്വക്കേറ്റിൻ്റെ ബ്ലീഡിങ് ഇൻസ്റ്റേറ്റിലുണ്ടായി. അദ്ദേഹം മരിക്കാനെത്തുന്നു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസമുണ്ടായി. ഇത് പുഷ്പഗിരിക്കാർക്കറിയാം. അവിടെ എങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് എനിക്കറിയുന്നില്ല. അവർ പറഞ്ഞത്, അവർ ഹിന്ദു ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നില്ല, അറിയുന്നില്ല. പറഞ്ഞു, നിങ്ങളുടെ കെയർലെസ് കൊണ്ടാണ് നിങ്ങൾ ഈ ആൾ മരിക്കാനിടയെത്തുന്നു. മറ്റേ വ്യക്തിക്ക്, ആ പയ്യന് നന്നായി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് നിങ്ങൾ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരോട് ഇച്ചിരി സ്നേഹം കൂടി നിങ്ങൾ ആ വ്യക്തിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഞങ്ങളുടെ ആൾ വന്നപ്പോൾ നീ അവഗണിച്ചു എന്ന് പറഞ്ഞു വലിയ പ്രശ്നമുണ്ടായി. ICU യൂണിറ്റ് ഞാൻ ഏതാ ആൾക്കാരാണെന്ന് പറയുന്നില്ല, അടിച്ച് തകർത്തു. ഈ ഡോക്ടർ ICUവിൻ്റെ അകത്ത് ഓടി ഒളിച്ച് ഈ വസ്ത്രങ്ങൾ, ബ്ലഡും മറ്റും ഉള്ള വസ്ത്രങ്ങൾ ഇടുന്ന ഒരു ബക്കറ്റ് പോലെയുള്ള സാധനത്തിൻ്റെ അകത്ത് ഓടി ഒളിച്ചിട്ട് അതിൻ്റെ പുറത്ത് തുണികളൊക്കെ ഇട്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് റിസൈൻ ചെയ്ത് പോകാനെടുത്തുന്നു. പറഞ്ഞത്, നിന്നെ ഇവിടെങ്ങാനും കണ്ടുപോയെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ആ ഡോക്ടർ അവിടെ നിന്ന് വിട്ടുപോകാനെടുത്തിരുന്നു. എൻ്റെ മകൻ 1 മാസം കഴിഞ്ഞപ്പോൾ അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇന്ന് കുടുംബമായി UK ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആരെയും വിശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങൾ ഞടിച്ചുവെങ്കിലും ഇന്നുവരെയും കർത്താവ് നിലനിർത്തിയിരിക്കുന്നു. അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. 20, 22, 25 വയസ്സുള്ളവർ. അവരുടെ ഒരച്ചായൻ ഞാൻ, വേറെ 2-3 സീനിയർ സഹോദരങ്ങളും ഉണ്ട്. KC തോമസ്, KC ജോൺ പാസ്റ്റർ, TS എബ്രഹാം പാസ്റ്റർ, PML പാസ്റ്റർ, PML അപ്പച്ചനൊക്കെ വീട്ടിൽ വന്ന് താമസിക്കുകയും ഇവിടെ മുമ്പിലൊക്കെ ഇവരുടെ വീട്ടിലൊക്കെ വരുമ്പോൾ അവിടുത്തെ വലിയൊരു സഭയുടെ ഒരു പണപരമായിട്ടല്ല, അല്ലെങ്കിലും ഒരു ആളായിട്ടൊക്കെ ഇങ്ങനെ അവരോടൊപ്പം ഒക്കെ ആയിരിക്കുന്നതും പക്ഷേ ഈ 50-ാമത്തെ വയസ്സിൽ അങ്ങനെ ആളായി നടന്ന അച്ഛൻ, ഞാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഡെസ്കിലും ബെഞ്ചിലും ഇരുന്ന് മറ്റുള്ളവരെ പോലെ ഇരുന്ന് നോട്ടുകൾ എഴുതി പഠിക്കുക. ഇവരെല്ലാം അച്ചായോ എന്ന് പറഞ്ഞ് നടക്കുക. മാത്രമല്ല, ഒരു കൂട്ടർ സംസാരിക്കുന്നത് കുവൈറ്റിൽ നിന്ന് വേണ്ടുവോളം സംസാരിച്ചതിന് ശേഷം അടുത്ത ബിസിനസ്സിന് ഇറങ്ങിയിരിക്കുകയാണ്, പാസ്സാകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി കളിയാക്കുകളൊക്കെ കേട്ട് സഹിച്ച് ഞാൻ അവിടെ നിന്നു. ഒടുവിൽ പഠനമൊക്കെ പൂർത്തീകരിച്ച് ലാസ്റ്റ് ഡേ ഒരു ദിവസം അന്ന് ക്ലാസ് കഴിയുകയാണ്. ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോൾ അന്ന് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ
ഞങ്ങളെ പഠിപ്പിച്ച ഒരു ദേവദാസൻ എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾക്കൊക്കെ എന്താണ് പ്ലാൻ? ഇന്ന് ക്ലാസ് കഴിയാണ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ? നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ചിലർ പറഞ്ഞ് ഞങ്ങൾ ശുശ്രൂഷയാണ്, ചിലർ പറഞ്ഞ് മിനിസ്ട്രി വർക്ക് ചെയ്യാൻ, ചിലർ പറഞ്ഞ് ടീം വർക്കാണ്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും പാസ്സാകത്തില്ല, ഞാൻ ഒരു മിഷണറി ആകുള്ളൂ. ഞാൻ ആരുടെ ഔദാര്യം കൊണ്ടും ആരുടെ അടിമയായും ഒന്നും എന്നെക്കൊണ്ട് സാധ്യമാകില്ല. ഒരു സഭയുടെയും അണ്ടർ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനിതെല്ലാം കുറച്ച് അനുഭവിച്ച കണ്ട ആളായതുകൊണ്ട് പാസിങ് ശുശ്രൂഷ എന്നെക്കൊണ്ട് പറ്റിയില്ല, മിഷണറി ആകണം. അപ്പോൾ അവിടെ ആ ക്ലാസ്സിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു. നമ്മളെത്ര ഉയർന്ന പ്രവാചകനാണെങ്കിലും ഒരുമിച്ച് പഠിക്കുന്നവരൊന്നും നമ്മൾ വലിയ മൈൻഡ് ചെയ്യത്തില്ല. എന്നോട് പറഞ്ഞു, എന്നെ ഒന്ന് വന്ന് കണ്ടേച്ച് പോകണമെന്ന് പറഞ്ഞു. അന്ന് ക്ലാസ് തീരുകയാണ്. ഞാൻ പറഞ്ഞു, പ്രവാചകൻ എന്തോ കേൾക്കാൻ, ഇനി എന്തോ കേൾക്കാൻ, ഒത്തിരി കേട്ട് ഞാൻ ഇങ്ങനെയായി. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് ബൈക്കിന് സ്കൂട്ടറിന് ഞാൻ എരവേലൂർ പെട്രോൾ പമ്പിൽ അവിടെ വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ഇത് പറയുമ്പോൾ ഞാൻ ഒത്തിരി വിമർശിക്കുകയും കളിയാക്കുകയും, നിങ്ങൾക്ക് ആക്സിഡൻറ്റ് കൊടുത്താൽ പോരായോ, മുമ്പോട്ട് പോകത്തില്ലയോ, ഇതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം വിമർശിച്ചത് യാഥാർത്ഥ്യമായി. എന്ത് ചെയ്താലും എനിക്ക് പോകാൻ പറ്റരുത്. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വലിയൊരു വെപ്രാളമോ വിമിഷ്ടമോ പ്രയാസമോ. വണ്ടി അവിടെ സൈഡിൽ നിർത്തിയിട്ട് ആ ദേവദാസൻ പറഞ്ഞതാണല്ലോ വിചാരിച്ച് ഞാൻ ഹെബ്രോനിൻ്റെ പഠിക്കുക വീടിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇനി ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം വലിയ ആളാകും, ഇനി അത് കേൾക്കാനായിട്ട് ഞാൻ പുള്ളിയുടെ മുമ്പ് ഞാൻ ചെറുതായി പോകണം. കേൾക്കുന്നില്ല, എന്തേലും ആയിപ്പോട്ട്, ഒത്തിരി കേട്ടതല്ലയോ എന്ന് വിചാരിച്ച് തിരിച്ച് ഞാൻ പെട്രോൾ പമ്പിൻ്റെ എരവേലൂർ പെട്രോൾ പമ്പിൻ്റെ അവിടെ വന്നപ്പോൾ എനിക്ക് പാകം പറ്റുന്നില്ല. വണ്ടി മുമ്പോട്ട് പോകാൻ എടുക്കാനും പറ്റുന്നില്ല. വെപ്രാളം കൂടി, ഹാർട്ട് ബീറ്റും കൂടി. എന്തുവാണ് എന്നോട് ദേവാത്മാവ് സംസാരിച്ചു, നീ ആ ഒരു സഹോദരൻ പ്രവാചകൻ പറയണമെന്ന് പറഞ്ഞ് നിസ്സാരമായി കണക്കാക്കിയിട്ട് പോകല്ലേ, ഒന്ന് പോയി ചോദിക്കാനാണ് പറഞ്ഞു. ഞാനവിടെ തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം കുളിക്കാൻ ബക്കറ്റും ഒക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുക. എന്നെ കണ്ണോട് ചോദിച്ചു, എന്താ പോയില്ലയോ? അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ മിണ്ടാതെ നിന്നു. എന്നാൽ പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്നാട്ടെ, അപ്പം എന്നാൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദർ ഒന്ന് നിൽക്കണേ. പറയാം, എന്നോട് പറഞ്ഞില്ലയോ ഒന്ന് നിൽക്കണമെന്ന്. നിങ്ങൾക്ക് ഭയങ്കര ധൃതിയായിരുന്നല്ലോ പോകാനായിട്ട്. ഇപ്പം പിന്നെ ഈ കറങ്ങിത്തിരിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പം വന്നത്. ഞാൻ പറഞ്ഞു, പ്ലീസ് സോറി കേട്ടോ, ക്ഷമിക്കണം, എനിക്ക് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യണമായിരുന്നു ഒക്കെ പറഞ്ഞ് എന്താണ് നിങ്ങളില്ലയോ പറഞ്ഞ് ഞാൻ പാസ്റ്റർ ആകുകയില്ല, നിങ്ങൾ മിഷണറി ആകുള്ളൂ, ആരുടെയും ഔദാര്യത്തിനും അണ്ടറിലൊന്നും നിൽക്കുകയില്ലെന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ എഴുതിയിട്ടോ, നിങ്ങളെ ഒരു പാസ്റ്ററായിട്ട് അധികം ആക്കുന്നു. അന്ന് രാത്രി വീട്ടിൽ വന്ന് എനിക്ക് ഭീമിഷ്ടം കൊണ്ട് കരയാമയോ, കർത്താവേ എന്നെ ഈ ശുശ്രൂഷ ചെയ്യുന്നു. അന്നേരം അഞ്ഞിൽത്താനും സഭയിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഞാനുണ്ട്. പരസ്യോഗത്തിനും ചിൽഡ്രൻസ് വർഷിപ്പിനും പ്രബോധനമായും പ്രസംഗത്തിനും എല്ലാം ഉണ്ടെങ്കിലും കർത്താവ് ഇതൊക്കെയല്ലോ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ. പിന്നെ എന്തുവാ, ഞാൻ പാസ്റ്ററായെങ്കിലേ ഇനി ശുശ്രൂഷയാകത്തുള്ളൂ. കർത്താവെ അതിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേ. ഞാൻ മറ്റെന്ത് ശുശ്രൂഷ എന്നെ ഈ പാസിങ് ശുശ്രൂഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേ എന്ന് പറഞ്ഞ് രാത്രി ഞാൻ കടന്ന് കരഞ്ഞു ദൈവത്തോട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കിഡ്നി 2 ഫെയിൽഡായിപ്പോയത്. 2 ആഴ്ച ടീമും ഹോസ്പിറ്റലിൽ കിടന്നു. സീരിയസായി മരണാസന്നമായി എന്നെ മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിക്ക് പോയി. അവിടെ നിന്ന് ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ജോർജ് കെ നൈനാൻ ഡോക്ടർ. അദ്ദേഹം എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ കിഡ്നി ഫെയിലറായിട്ട് 2 മാസമാണ്. ഒരു
ഇവിടെ നിങ്ങൾക്ക് തന്ന ഗുളികയായിട്ട് ആൻറ്റിബയോട്ടിക് എല്ലാം ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ കിഡ്നി വർക്ക് ചെയ്യുന്നേ ഇല്ല. 2 ചോയ്സ് തരാം. ഒന്നുകിൽ ഡയാലിസിസ് ചെയ്യുക ആഴ്ച 3 ദിവസം, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക. അദ്ദേഹം ഈ വിശദമായി പറഞ്ഞ ഡോക്ടർ അത് മാത്രമേ എൻ്റെ മുഖത്ത് നോക്കി. മറ്റവരാരും രഹസ്യമായി അവരെല്ലാം ഗ്രൂപ്പ് കൂടി പറയല്ലാതെ എന്നോടാരും പറഞ്ഞിട്ടില്ല. അന്നാണ് ഞാൻ അറിയുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൻ്റെ വശങ്ങൾ പറഞ്ഞു. ഡയാലിസിസ് ചെയ്താൽ കിഡ്നിയുടെ പവർ കുറയും, പിന്നെ ട്രാൻസ്പ്ലാന്റ് നടക്കുകയില്ല. അവിടെ നിങ്ങൾ തീരുമാനിക്കാൻ പറഞ്ഞു. ഞങ്ങൾ തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ അന്ന് സാമ്പത്തികമായി ഒന്നുമില്ല. എൻ്റെ സഹോദരൻ സൈമൺ അബുദാബിയിലാണ്. അച്ഛനെ കൊണ്ടുപോകും, ഞാൻ സഹായിക്കാം, ഞാൻ പൈസ തന്നുകൊള്ളാം, എത്ര ലക്ഷങ്ങളാണെങ്കിലും ഞാൻ തന്നുകൊള്ളാം എന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞു. ആ സഹോദരനാണ് എനിക്ക് സാമ്പത്തികമായി ഈ സഭയുടെ വലിയ തുക കടം വന്നപ്പോൾ എന്നെ സഹായിച്ചതും ആ സഹോദരൻ തന്നെയാണ്. പിന്നെ ഞങ്ങളതെല്ലാം അന്യനും കാര്യങ്ങൾ, പണം, വസ്തുക്കൾ തമ്മിൽ ചേഞ്ച് ചെയ്ത് അത് പരിഹരിക്കുവാൻ എൻ്റെ കൊടുക്കുവാൻ കാശായിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്നെ വലിയൊരു മെഡിക്കൽ കോളേജിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചു. അതിൻ്റെ കിഡ്നിയുടെ കാര്യങ്ങളെല്ലാം അവിടെ ക്രമീകരിച്ചു, മാറ്റിവെക്കാനായിട്ട് ക്രമീകരിച്ച് ഇവിടുന്ന് ഞങ്ങളെല്ലാം കൂടെ ഇവിടുന്ന് ആൾക്കാർ എന്നെ കൊണ്ടുപോകാനായിട്ട് നാട്ടിൽ നിന്ന് ഇവിടുന്ന് കേരളത്തിൽ തിരുവല്ലയിൽ നിന്ന് എറണാകുളത്ത് വന്നു. പിറ്റേ ദിവസം രാവിലെ പോകേണ്ടതാണ്. അന്ന് രാത്രി ഞാൻ ഭയങ്കരമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞു. കർത്താവേ, എന്നെ ഇനി കിഡ്നി മാറ്റി വെച്ച് എനിക്കൊരു ജീവിതം വേണ്ട, എന്നെ അതിനു വേണ്ടി അനുവദിക്കരുത്. ഇന്ന് രാത്രി കർത്താവ് എന്നെ വിളിക്കണം. കാരണം ഞാൻ കിഡ്നി മാറ്റിവെച്ച് ഡയാലിസിസ് ചെയ്ത ഒരു ഉപദേശിയെ ആരംഗീകരിക്കും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? നാട്ടിൽ വലിയ സംസാരമായി, ആവശ്യമില്ലാത്തതിന് പോയി കൈവച്ചിട്ട് സംഭവിച്ചതാണ്. ഇതൊക്കെ നേരെ ചിന്തിക്കണമായിരുന്നു, ദൈവഹിതമാണോ എന്ന് അന്വേഷിക്കണമായിരുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇത്രയും വേദന സഹിച്ച്, ഇത്രയും പ്രതികൂലം സഹിച്ച് അവിടുത്തെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഇതെല്ലാമായിട്ടും ആർക്കും അംഗീകരിക്കാനായിരുന്നില്ല. എങ്ങനെ ഒരു ഉപദേശിയെ കൊണ്ട് ഇനിയും ആവശ്യമില്ല. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യ പെന്തിക്കോസ്ത് സഭയ്ക്കും ആർക്കും ഇങ്ങനൊരു ഉപദേശിയെ കൊണ്ട് ഇനി ആവശ്യമില്ല. ഞാൻ ശുശ്രൂഷ ചെയ്യത്തില്ല. എന്നെ ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. രാത്രി 12:30 അവിടെ ഒരു ബിസിനസ്സിനെ അലോഡല്ല. 6ാമത്തെ നിലയാണ്. ഇവിടുന്ന് ആരും വന്നിട്ടില്ല. ഒരു വ്യക്തി മാത്രം വന്നു. അവിടെ വന്നു, എന്നെ വന്ന് കണ്ടു. ആ കസേര ഇരുന്ന് കണ്ടിട്ട് കസേര തിരിച്ചു വെച്ചു, അവിടെ വെച്ചു. രാത്രി 12:30 ആയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് കസേരയിൽ വന്നിരിക്കുന്നു. എൻ്റെ പുറത്തും തട്ടിയിട്ട് എന്ന് പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് അലക്ഷ്യമായി, ഇനി എന്നെ ആരെ നോക്കാനാ നോക്കി ഞാൻ തിരിഞ്ഞു നോക്കി. പിന്നെയും തിരിഞ്ഞു വന്നു. പിന്നെ എന്നെ ഒരു തട്ടോട് തട്ടി. ഞാൻ പിന്നെയും നോക്കിയിട്ട് തിരിച്ചു കിടന്നു. 3ാമത്തെ ഒരടിയുടെ വേദന ഇപ്പോഴും ഉണ്ട്. ഇത് വിശ്വസിക്കുമെന്ന് എനിക്കറിയുന്നു. ഒടുവിൽ ആ അടി, നീ എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ ആളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കും. ഒരു 15 സെക്കൻഡ് ഇങ്ങനെ നോക്കിക്കോ. ഒറ്റപ്പോ ഞാൻ കുഞ്ഞമ്മയെ വിളിച്ചു. ഞാൻ ചാടി. എന്നെ എഴുന്നേൽപ്പിക്കേണ്ട 2 പേര് വേണമായിരുന്നു. എൻ്റെ ഭാര്യ കുഞ്ഞമ്മ വന്ന് ചോദിച്ചാൽ, അച്ഛൻ എന്തിനാ എഴുന്നേറ്റ്, എന്തുവാ? ഞാൻ പറഞ്ഞു, കർത്താവിനെ സൗഖ്യമാക്കി, അച്ഛൻ കിടക്കെന്ന് പറഞ്ഞു. കാരണം രാവിലെ ഇനിയും മണിക്കൂറുകളേ ഉള്ളൂ പോകാനായിട്ട്. അച്ഛൻ ശാന്തമായി, ഈ മരുന്നും ഈ ടെൻഷനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും എല്ലാം കൂടെ. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പം 4 കുഞ്ഞുങ്ങളുടെയും കൈ പിടിച്ച് ചുമ്മിച്ചിട്ടാണ്
അങ്ങോട്ട് പോയത്. അവരെക്കുറിച്ചുള്ള ടെൻഷനും എല്ലാം ആയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു, ആഗ്രഹം കൊണ്ട് പറയാൻ കിടക്കാൻ പറഞ്ഞു. ഒടുവിൽ എന്നെ മുഴുവനും വേർത്തു, അല്ലാതായി. ഞാൻ ചോദിച്ചു, ഇപ്പം ഇവിടെ വന്നു ആരാന്ന് ചോദിച്ചു. ഇവിടെ ആരും വന്നില്ല. ഞാൻ ചോദിച്ചു, ഈ കസേര ആരാ ഇവിടെ കൊണ്ടിട്ട്? പ്രത്യേകിച്ച് എൻ്റെ ഭാര്യ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ ജോലികൾ ചെയ്യുന്ന ആളാണ്. എന്നെക്കാളും എത്രയോ ഭയങ്കരമായ കാര്യങ്ങൾ അറിയാവുന്ന. ആ കസേര അവിടെ കൊണ്ടിട്ട് ആ കസേര ഇവിടെ എങ്ങനെ? ഞാൻ ചോദിച്ചു, ഈ കസേര ആരാ ഇവിടെ വന്നിരുന്നത് എന്ന് പറഞ്ഞു. അച്ഛാ, എനിക്കറിയത്തില്ല, അന്നേരമേ ഞാൻ അവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ നാളെന്തേ ഇവിടെ ആരും വന്നില്ല? ആ രാത്രി പാതിരാത്രിക്ക് ആര് വരാമെന്ന് ഒരു മനുഷ്യൻ അച്ഛൻ തന്നെ കിടന്നപ്പം പല സ്വപ്നം കണ്ടതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരാളിവിടെ വന്നു, ഇപ്പം എവിടെയാണെന്ന് ചോദിച്ചു. അവർക്കറിയത്തില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. അച്ഛൻ കിടക്കാൻ പറഞ്ഞു. ഒടുവിൽ 5 മണിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അതും ആയിട്ട് വേണം റിപ്പോർട്ട് എഴുതി ഡോക്ടർ റിപ്പോർട്ട് ചെയ്ത് പോകാൻ വേണ്ടി. 5 മണിക്കത്തെ ബ്ലഡ് എടുത്തുകൊണ്ട് പോയി. ഡോക്ടർ 7:30 ആയപ്പം വന്നു. അതിനു മുമ്പേ ഈ റിപ്പോർട്ടുമായി ഒരു നേഴ്സ് ഓടി വരികയാണ്. ഈ റിപ്പോർട്ട് നേഴ്സ് ഡോക്ടറിൻ്റെ കൊടുക്കേണ്ട ഫയലോ കൊടുക്കുന്നത്. പക്ഷെ ആ മോളൊരു പെന്തക്കോസ്ത് വിശ്വാസിയായിരുന്നു. അപ്പോൾ പറയുമായിരുന്നു, എൻ്റെ പപ്പായെപ്പോലാണ് അച്ഛൻ എന്ന് പറയും. അപ്പോൾ ആ മകൾ ഇടയിലാണ് ഈ റിപ്പോർട്ട് കിട്ടിയത്, ബ്ലഡിൻ്റെ റിപ്പോർട്ട്, ലാസ്റ്റ് റിപ്പോർട്ട്. അത് ഡോക്ടറെ കാണിക്കണമായിരുന്നു. ഡോക്ടറെ കാണിക്കാതെ ആ മോളുടെ സന്തോഷത്തിന് ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നെ കാണിച്ചില്ല. ആ മോൾ ഓടി പോയി റിപ്പോർട്ടുമായിട്ട് ഓടി വരികയും ഈ മെയിൻ ഡോക്ടർ കയറി വരികയും കൂടെ ഒരുമിച്ചത്. ആ ഡോക്ടർ ആ റിപ്പോർട്ട് വാങ്ങിച്ച് നോക്കിയിട്ടാലോ നേഴ്സിനെ നോക്കി. കാരണം നിയമവിരുദ്ധമായിട്ട് അങ്ങനെ ചെയ്ത് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, റിപ്പോർട്ടിൽ നോക്കും, ഇങ്ങനെ നോക്കും. എന്താ പറ്റി രാത്രിയിൽ? എൻ്റെ പുറത്തുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്നെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ പറഞ്ഞു ഡോക്ടർ സൗഖ്യം. പക്ഷേ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ കർത്താവ് സൗഖ്യമാക്കിയെന്ന് ഞങ്ങൾക്ക് ഇവിടെ പറയാനൊന്നും പറ്റിയല്ല. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടാണ് ഞാൻ ചോദിച്ചു ഡോക്ടറെ. അപ്പം ആ വ്യക്തി എൻ്റെ ഒരു കസിനായിട്ട് വരുമായിരുന്നു, പിന്നീട് അറിഞ്ഞ്. അപ്പോൾ ഇച്ചിരി ഫ്രാങ്ക് ആയിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്നാൽ പിന്നെ ഇത്രയും മരുന്നും ഇതെല്ലാം കഴിച്ചിട്ട് എന്താ ഒരു കുറവും വരാഞ്ഞത്? അതൊന്നും അറിയത്തില്ല, ഞങ്ങൾ അന്ന് പറഞ്ഞു. ഓക്കെ, അതങ്ങ് ഡിസ്കസായി. അപ്പം എൻ്റെ ക്രിയാറ്റിൻ 18 സ്റ്റഡിയായി നിൽക്കുക. 18. ആ ക്രിയാറ്റിൻ അന്നത്തെ ദിവസം കൊണ്ട് 3 വന്നു. ഡോക്ടർ പറഞ്ഞു, ഇനിയിപ്പം ഒന്നും പോകണ്ട, മരുന്നുകൊണ്ട്. ഞാൻ അവിടെ ഒരാഴ്ച കൂടെ കിടന്നു. തിരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ വിടുമ്പോൾ എൻ്റെ ക്രിയാറ്റിൻ്റെ ഇത് 18 വയസ്സുള്ള അഥവാ ഒരു 20 വയസ്സുള്ള ഒരു വ്യക്തിയുടെ കിഡ്നി എങ്ങനെയായിരിക്കുന്നു അതുപോലെ ദൈവം എന്നെ സൗഖ്യമാക്കി. എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. 25 വർഷക്കാലം ഒരു മരുന്നും അതിനു വേണ്ടി എടുക്കാതെ ദൈവം എന്നെ സഹായിച്ചു. അതാണ് തുടക്കം. അപ്പോൾ അവിടെ വെച്ച് മെഡിക്കൽ ടെസ്റ്റ് ആശുപത്രിയിൽ വെച്ച് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യാം. ഭാര്യയോട് ഞാൻ പറഞ്ഞു, ജോലി റിസൈൻ ചെയ്യാം. എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ 12ാം ക്ലാസ്സിനും 8ാം ക്ലാസ്സിനും 6ാം ക്ലാസ്സിനും 4ാം ക്ലാസ്സിനും പഠിക്കുകയാണ്. അപ്പോൾ ആരും ഒരു നിലയിലെത്തിയിട്ടില്ല. ഈ ജോലി കുവൈറ്റ് ഗവൺമെൻറ് ജോലിയാണ്. 1 വർഷം കൂടെ എന്നെ അനുവദിക്കണം. ഞാൻ പറഞ്ഞു, പറ്റുകയില്ല. ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടിട്ട് പിന്നെ എന്താണ് വിഷയം? അത് എൻ്റെ ഭാര്യ കണ്ടു, വിശ്വസിച്ചു, പോയി ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്യുന്ന ആ മാസമാണ് കുവൈറ്റിലെ ഹെൽത്ത് മിനിസ്റ്റർ ശമ്പളം ഡബിളാക്കും. ഡബിൾ ശമ്പളം 1 മാസം പോലും വാങ്ങുവാൻ ഇടയായിത്തീർന്നില്ല. കിട്ടിയ അല്പ പൈസയുമായിട്ടാണ്
നാട്ടിലേക്ക് വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളൊരു വീടെടുത്തു. അവിടെ താമസമായി പ്രവർത്തനം ആരംഭിക്കുകയാണ്. അവിടെ താമസമായി കഴിഞ്ഞപ്പോൾ ആരോ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുമായി ആ സ്ഥലത്ത് പോയിട്ട് ജനിച്ചു വളർന്ന ആ കുഞ്ഞുങ്ങളുമായി ആ വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായി. എൻ്റെ സഹോദരങ്ങളെല്ലാം അവിടെ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത് ഭ്രാന്ത് പിടിച്ച് എല്ലാം തകർത്ത് എൻ്റെ ഭാര്യയോട് അവർ ചോദിച്ചിട്ടുണ്ട്, അമ്മാമ്മയെങ്കിലും കുറേ സ്വഭാവത്തോടുകൂടി കുറേ ജ്ഞാനത്തോടുകൂടി ഈ അച്ഛൻ്റെ വഴിയെ പോകാതെ അമ്മാമ്മയെങ്കിലും കുറെ കൂടി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചു. എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ജീവിക്കും, എങ്ങനെ ഈ കുഞ്ഞുങ്ങൾ പഠിക്കും എന്നൊക്കെ എൻ്റെ ഭാര്യ വിളിച്ചു. ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അവർ ആരും പോയില്ല. കാരണം ഞങ്ങളെല്ലാവരും നിലത്താണ് കിടക്കുന്നത്. കട്ടിലേക്ക് കിടക്കാൻ അവിടെ ഞങ്ങൾക്ക് 4 ബെഡ്റൂമുള്ള 4 മുറികളുള്ള വിശാലമായ അന്നത്തെ സമയത്ത് പണിത വലിയ വീട് 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. ആരെങ്കിലും അത്ര ഭ്രാന്ത് കാണിക്കുമോ? 3 കിലോമീറ്റർ അപ്പുറത്തെ വീടുള്ളപ്പോൾ ഇവിടെ വന്ന് പരദേശികളെ പോലെ ഒരു വാടക വീട്ടിൽ താമസിക്കുക, ഭ്രാന്തിൻ്റെ ഭ്രാന്ത് എന്നല്ലാതെ മനുഷ്യൻ എന്ത് പറയും? പക്ഷെ ദൈവം അങ്ങനെ ഭ്രാന്തനാക്കുകയാണ് നമ്മളെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ദൈവപ്രവൃത്തിക്ക് വേണ്ടി. മോശെ രാജകുമാരനായി ജീവിച്ചവനെ ആട്ടിടയനാക്കിയ ആ ദൈവം എന്നെയും അങ്ങനെ ആക്കിക്കഴിഞ്ഞ് ഇവിടെ വന്ന് താമസമായി. ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും, ഇളയ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. മറ്റവർ പഠിക്കാനൊക്കെ പോയി വിവാഹം കഴിച്ചു. ആരാധനയ്ക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. ഒരു മനുഷ്യൻ പോലും വരുവാനായിട്ടില്ല. അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1-2 പേരൊക്കെ കയറി വന്നു പോന്നു. പെർമനൻ്റായിട്ട് ആരുമില്ല. ഞാനൊരു തീരുമാനിച്ചു. ഒറ്റ വ്യക്തിയെപ്പോലും കൂടെ ചേർക്കുകയില്ല. വിശ്വാസത്താൽ ദൈവം തരുന്ന ആത്മാക്കളെ കൊണ്ട് ആരംഭിക്കുക. വിവിധ സഭകളിൽ നിന്ന് വരാനായിട്ട് ആൾക്കാർ ഒക്കെ താല്പര്യം ഒരു പോലും എടുക്കാതെ അങ്ങനെ ഇവിടെ ഏറ്റവും അടുത്തുള്ള എടശ്ശേരിപ്പറമ്പിലെ അമ്മയാണ് ആദ്യമായി വടികുത്തി 81 അതൊരു അച്ഛൻ്റെ മകളാണ്. എടശ്ശേരിപ്പറമ്പിൽ ഈ വീട്ടിൽ അവരുടെ അവിടെ നിന്ന് അമ്മച്ചി വടിയും കുത്തി കയറി വരുവാൻ, ഇത് കേൾക്കാൻ വേണ്ടി, പാട്ട് കേൾക്കാൻ വേണ്ടി ആരോ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ആദ്യമായി വന്നത് ആ അമ്മച്ചിയാണ്. പിന്നീട് ആ 81 വയസ്സുള്ള അമ്മച്ചിയെ ഞാൻ സ്നാനപ്പെടുത്തുവാനിടയ്ത്തീർന്നു. അതാണ് ആദ്യത്തെ സ്നാനം. ഇപ്പൊ സഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പം 100 കുടുംബങ്ങളുണ്ട്. സ്വന്തമായിട്ട് സ്ഥലം വാങ്ങി ഹോൾ വെച്ചു, എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതെ. അപ്പം 100 കുടുംബങ്ങളുണ്ട്. 2 വർഷിപ്പ്, ഇംഗ്ലീഷ് വർഷിപ്പ്, മോർണിംഗ് വർഷിപ്പുണ്ട്, മലയാളം ആരാധന, മറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് വിരൽ ചൂണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ് ഈ സ്ഥലം. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സ്ഥലം എനിക്ക് തരുന്നില്ല എങ്കിൽ 3 മാസത്തിനുള്ളിൽ ഞാനിവിടെ നിന്ന് വിട്ടുപോകും. ആർക്കും ഞാൻ ബാധ്യത ചെയ്തില്ല, ആർക്കും ഒരു നഷ്ടം ഉണ്ടാക്കിയില്ല. ഞാൻ മടങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകും, നിൽക്കില്ല. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥലം ഇവരുടെ ആണെന്നറിയാം, ആരുടെയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ ജനലിൻ്റെ അവിടെ നിന്ന് ചൂണ്ടി ഈ സ്ഥലം എനിക്ക് വേണം, എനിക്ക് അപ്പുറത്തൊരു സ്ഥലം വേണ്ട, അത് തരികയാണെങ്കിൽ ഞാനിവിടെ വേല ആരംഭിക്കാം എന്ന് പറഞ്ഞു. അതിൻ്റെ ചരിത്രങ്ങൾ വലുതാണ്. ദൈവം അത്ഭുതമായി ഇത് അന്ന് ഇതിൻ്റെ അടുത്ത 1,00,000 രൂപ റോഡ് സൈഡിൽ വിലയുള്ളപ്പോൾ എനിക്ക് 30,000 രൂപയ്ക്ക് ഈ സ്ഥലം ആ ഉടമസ്ഥൻ വെറുതെ പാസ് എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് ഈ സ്ഥലങ്ങൾ തരുവാനാണ് എത്തുന്നു. ഓക്കെ, എനിവേ നമുക്ക് ഈ അത്ഭുതകരമായ സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നു.
പാസ്റ്റർ പ്രസാദ് ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സഭ ഡെവലപ്പ് ചെയ്ത സ്റ്റോറി ദീർഘമായിട്ട് പറയുവാനുണ്ട്. എന്നാൽ നമുക്ക് അത്രയും ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ സാധ്യമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ദർശനങ്ങൾ, അദ്ദേഹത്തിന് കൊടുത്ത കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തെ ദൈവം നടത്തിയ വിധങ്ങൾ ഒക്കെ അത്ഭുതകരമാണ്. അത്ഭുതങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സഭ ഡെവലപ്പ് ചെയ്തത്, വളർച്ച പ്രാപിച്ചത്. ഇന്ന് 100-ലധികം കുടുംബങ്ങളുള്ള ഒരു സഭയായിട്ട് ഈ കിഴക്കൻ മുത്തൂരിൽ, അതായത് തിരുവല്ലയുടെ വളരെ അടുത്ത് കിഴക്കൻ മുത്തൂരിൽ IPC ബദേൽ ചർച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആ സഭയുടെ സീനിയർ ശുശ്രൂഷകനായി പ്രവർത്തിക്കുന്നു. ഈ കർത്തദാസിനെ, അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ പ്രാർത്ഥനകളിൽ ഓർക്കുക. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.